NCPയിൽ PC ചാക്കോയ്ക്കെതിരെ പടയൊരുക്കം. PC ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയതായി വാർത്തകൾ വരുന്നു. ബദൽ നീക്കവുമായി PC ചാക്കോയെ രംഗത്ത് വന്നു കഴിഞ്ഞു. PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് PC ചാക്കോ ഇപ്പോൾ ശ്രമിക്കുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, വിശദാംശങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. NCPയിൽ പടയൊരുക്കം നടക്കുകയാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇത് പരിണമിച്ചു കഴിഞ്ഞു. PC ചാക്കോ ഈ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പവാറിനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലുള്ള AK ശശീന്ദ്രൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. ശരത് പവാറും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് കൂടിക്കാഴ്ചയിൽ ഈ PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെടും. അനുകൂല തീരുമാനമില്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള AK ശശീന്ദ്രൻ നിയമസഭാ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് ജനറൽ ബോഡി വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജനറൽ ബോഡിയിൽ വെച്ച് PC ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുന്ന തീരുമാനമെടുക്കും. പകരം തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചാക്കോയുമായി അടുപ്പത്തിലായിരുന്ന തോമസ് ഇപ്പോൾ അദ്ദേഹവുമായി അകൽച്ചയിലാണ്. തോമസിനെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള നീക്കത്തിനാണ് ഇപ്പോൾ ശശീന്ദ്രൻ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നാൽ PC ചാക്കോ അധ്യക്ഷ പദവി ഒഴിയേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ട് PM സുരേഷ് ബാബുവിനെ ആ പദവിയിലേക്ക് നിയോഗിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും NCPയിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി തുടരുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം ഇപ്പോൾ NCPയിൽ പടയൊരുക്കം ശക്തമാണ്. ശ്രീജിത്ത്, ഇതിൽ ഒരു കാര്യം, ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി കേരളത്തിലെ NCP ഈ സംഘടനാ പ്രശ്നങ്ങളിൽ പ്രതിഫലിക്കുമല്ലോ. ശരത് പവാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഏറെ ദുർബലനായി, സീറ്റുകൾ അങ്ങേയറ്റം കുറഞ്ഞ് അവിടെ പ്രതിപക്ഷത്തിരിക്കാൻ പോലും ആളില്ലാത്ത തരത്തിലേക്ക് NCP മഹാരാഷ്ട്രയിൽ അങ്ങേയറ്റം ദുർബലമായി, കോൺഗ്രസ് പോലെ തന്നെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ശരത് പവാർ എന്ത് തീരുമാനമെടുക്കും? എന്തെങ്കിലും കടുത്ത തീരുമാനമെടുക്കാൻ ശക്തമാണോ NCPയുടെ കേന്ദ്ര നേതൃത്വം എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇവിടെ ശശീന്ദ്രന് ആ നിലയിൽ കുറെ കൂടി ഗ്രിപ്പ് കിട്ടാനല്ലേ സാധ്യത? അത് ഒരു പക്ഷേ PC ചാക്കോയെ മറികടന്ന് തീരുമാനമെടുക്കാൻ ശശീന്ദ്രന് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ ഉള്ളതുകൊണ്ട് പാർട്ടി കൈപ്പിടിയിൽ നിർത്താൻ പറ്റുന്ന സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? വിജയകുമാർ, തീർച്ചയായും NCPയുടെ മഹാരാഷ്ട്രയിലെ വമ്പൻ തോൽവിയോടെ ശരത് പവാർ ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ദുർബലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശരത് പവാറിന് എതിർവിഭാഗത്തെ വളരെ ഏകാധിപത്യപരമായ ഒരു കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. PC ചാക്കോയ്ക്കും അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ചാക്കോയ്ക്ക് കൂടിയുണ്ട്. എന്തായാലും പവാർ ഒരു റിട്ടയറിംഗ് മൂഡിലായതുകൊണ്ട് പവാറിനെ ഈ ദേശീയ തലത്തിലേക്ക് PC ചാക്കോയെ മാറ്റുകയും അവിടെ വർക്കിംഗ് പ്രസിഡന്റ് നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് PC ചാക്കോ പ്രവർത്തിക്കാനും ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമെന്ന് അദ്ദേഹം ചാക്കോ കരുതുന്നത്. അങ്ങനെയാണ് PM സുരേഷ് ബാബുവിനെ, തൻ്റെ വിശ്വസ്തനായ സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കാൻ ചാക്കോയും ഒരുങ്ങുന്നത്. എന്നാൽ ഇതിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും AK ശശീന്ദ്രൻ വിഭാഗം തയ്യാറല്ല. രണ്ട് MLA മാർ, നേരത്തെ ചാക്കോ പക്ഷത്തായിരുന്നു തോമസും ഇപ്പോൾ ശശീന്ദ്രനൊപ്പം വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് MLA മാർ ഒരു വശത്തും സംസ്ഥാന അധ്യക്ഷൻ മറുവശത്തുമായി നിൽക്കുമ്പോൾ ഈ ശരത് പവാറിന് ഈ ചാക്കോയ്ക്കൊപ്പം നിന്നുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പവാറിന് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയില്ല. അതാണ് ശശീന്ദ്രൻ്റെ ഏറ്റവും വലിയ ആയുധമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. യെസ്, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ശരത് പവാർ ദുർബലനാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ. തന്നെയുമല്ല, കേരളത്തിൽ ശശീന്ദ്രനും തോമസും ഒരുമിച്ച് നിൽക്കുന്നു. രണ്ട് MLA മാരുടെ ബലമുണ്ട് ആ പക്ഷത്തിന്. PC ചാക്കോ ശരത് പവാറുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ്. പക്ഷേ പറഞ്ഞിട്ട് ഈ ഘട്ടത്തിൽ അതത്ര പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്നില്ല. സംഘടനാപരമായി ശരത് പവാർ ദുർബലനാണ്. ഇവിടെ രണ്ട് MLA മാരുടെ പിന്തുണ ശശീന്ദ്രൻ വിഭാഗത്തിനുണ്ട്. അതുതന്നെയായിരിക്കും ഇതിൽ നിർണായകമാകും.